ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന കേക്ക് എന്ന്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഫോട്ടോ തന്നെ ചക്കയുടെ ആ ഒരു ഫോട്ടോ ആണുള്ളത്. അപ്പോൾ ഉള്ളിലും ചക്കയുടെ ഫ്ലേവർ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എങ്ങനെ ചക്ക കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഫ്ലേവർ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചക്ക ഇഷ്ടപ്പെടുന്ന ആരും ഈ ഒരു കേക്ക് ടേസ്റ്റില്ല എന്ന് പറയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യം തന്നെ ചക്കയൊന്ന് വിളയിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളയിച്ചെടുക്കാം. ഈ വെള്ളമൊന്നും വറ്റിപ്പോവരുത്. നമുക്ക് ഇതിൻ്റെ ഷുഗർ സിറപ്പും ഈ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം വറ്റാതെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഷുഗറൊക്കെ ഒന്ന് മെൽട്ടാവുന്നത് വരെ. നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ സിറപ്പും ഇതിൻ്റെ ചക്കയുടെ പീസസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് സിറപ്പും ഒരു അല്പം പൾപ്പും കൂടി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായിട്ട്. നമുക്ക് കേക്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ സീവ് ചെയ്യുന്നത് നന്നായിരിക്കും. എപ്പോഴും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ 2-3 തവണ സീവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാകുമ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും മിക്സായി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1 തവണ അരിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ 4 മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എഗ്ഗൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാൻ ശ്രദ്ധിക്കണം. അത് കേക്കിൻ്റെ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ക്രീം പോലെയുള്ള രൂപത്തിലായി വന്നിട്ടുണ്ട് എഗ്ഗ്. ഞാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര അല്പമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ, ഇതിലേതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ചക്കയുടെ പൾപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ക്യാമറ ഓഫായിപ്പോയി, എന്താണെന്നറിയില്ല, ആ വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ആഡ് ചെയ്ത് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 2-3 തവണയായിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈദയെല്ലാം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2-3 തവണയായിട്ട് ഇതുപോലെ കുറച്ചായി ആഡ് ചെയ്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് പാനിലേക്ക് മാറ്റാം. കേക്ക് പാനിൽ ബട്ടർ പേപ്പർ വിരിച്ച് ബട്ടർ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കാനായി മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി സ്റ്റിഫായി വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ കൈവച്ച് ബ്രെഡ് നൈഫ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം 3 ലെയറായിട്ട്. മൂന്ന് ലെയറായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് ബോർഡിൽ ജസ്റ്റ് ഒരല്പം ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലായി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ്, നമ്മൾ നേരത്തെ ചക്ക കൊണ്ട് തയ്യാറാക്കിയ ആ സിറപ്പ്, അത് നമുക്കിതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായി ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഐസിങ് നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായി നമ്മൾ നേരത്തെ വിളയിച്ചെടുത്ത് ചക്കയുടെ പീസ് അതുകൂടി ആഡ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്കിൽ ചക്കയുടെ പീസും ചക്കയുടെ സിറപ്പൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു ചക്കയുടെ ഫ്ലേവറാണ് മുഴുവനായും ഈ ഒരു കേക്കിലുള്ളത്. അത് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി വീണ്ടും ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ആക്കി കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലായി നമ്മൾ ചക്ക വിളയിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂന്നാമത്തെ ലെയർ കേക്ക് വെക്കുക. ഇത് എപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുന്ന അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രീമോ ഈ ഒരു ചക്ക വിളയിച്ചതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ ഇടുന്നുണ്ട്. ചക്കയുടെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ നന്നായി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലെയർ കേക്ക് കൂടി വെച്ച് നന്നായി ഐസിങ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായി വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി മുഴുവനായും ഐസിങ് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കി ക്രീം ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ക്രീം എത്തും. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും കേക്കിൽ. ഇനി നമുക്കിതിൻ്റെ മുകളിലായി ഇതുപോലെ നന്നായി ഒന്ന് എല്ലായിടത്തും ചെയ്ത് നന്നായി നീറ്റാക്കി ഐസിങ് ചെയ്തെടുക്കാം. ഞാനൊരു ഐസിങ് നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ ക്രീം നീറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെ നീറ്റാക്കി എടുക്കുക. ഞാൻ ഈ കേക്കിൻ്റെ സൈഡൊന്നും ട്രിം ചെയ്തെടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടി ആക്കിയതുകൊണ്ട് സൈഡൊന്നും കളഞ്ഞിട്ടില്ല. നമ്മൾ പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നതെങ്കിൽ സൈഡൊക്കെ ട്രിം ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം കൊടുക്കുവാൻ. ഞാൻ ഇത് ഏകദേശം ഇവിടെ നീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയുടെ ആ ഒരു മുള്ള് വരഞ്ഞു കൊടുക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലേക്കാക്കി ജസ്റ്റ് അറ്റമൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മുള്ള് വരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നെയിം എഴുതുന്ന നോസിലുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ മുള്ള് വരഞ്ഞു കൊടുക്കാം. ഇത് ചെറിയൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് ഇത് ചെയ്ത് തീർക്കാൻ. നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായും ഞാൻ മുള്ള് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഞാനിവിടെ ഫസ്റ്റ് ക്രം കോട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. തിക്കായിട്ട് ക്രീം കൊടുത്തിട്ടില്ല, വളരെ തിന്നായിട്ടാണ് ക്രീം കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ചക്കയുടെ മുള്ള് വരയുമ്പോൾ ആ ക്രീമും കൂടി വരുമ്പോൾ ഭയങ്കര ക്രീമി ആയി പോകും കേക്ക്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ക്രം കോട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ചക്കയുടെ മുള്ള് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയുടെ മുള്ള് ഞാനിവിടെ മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഗ്യാപ്പിലൊക്കെ വൈറ്റ് കളർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചക്കയുടെ മുള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ആ ഒരു പശയില്ലേ, ചക്കയുടെ ആ പശ പോലെ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് ക്രീമാക്കിയിട്ട് അതിനെക്കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കുന്ന നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിതുപോലെ ജസ്റ്റ് ആ ഒരു പശ പോലെ തോന്നിക്കാൻ വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയുടെ ചുള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് ഒരൽപ്പം യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ചുളയുടെ ഷേപ്പിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇതുപോലെയാണ് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം. ഞാൻ ക്രീമിൽ തന്നെയാണ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകളിലായി ആ ചക്കയുടെ കുരു പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൂപ്പർബായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ചക്ക ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം പുറമേ മാത്രമല്ല അകത്തും സെയിം ചക്കയുടെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഫുൾ ഫില്ലിങ്ങും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.